ഇപ്പോൾ പുതിയതായിട്ട് പല കൃഷിക്കാരും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ മുക്കോണം എന്ന് പറഞ്ഞൊരു കള. അപ്പോൾ ഈ മുക്കോണം എന്ന് പറയുന്ന ഒരു കള കൃത്യമായിട്ടുള്ള സമയത്ത് ഇത് നമ്മൾ വിഷപ്രയോഗത്തിൽ ചെയ്തെങ്കിൽ മാത്രമേ ആ കള പോകുന്നുള്ളൂ. കഴിഞ്ഞ വർഷം വരെയൊക്കെ ലോ എൻഡ് ആയിരുന്നു അതിന് ഏറ്റവും മിടുക്കൻ. അതായത് 240യുടെ കൂടെ മറ്റ് കെമിക്കൽ ചേർക്കാൻ പറ്റാത്ത കാരണം 240 ഉപയോഗിക്കാൻ പറ്റാത്തൊരു ഈ ലോ എൻഡ് അഫിനിറ്റിയും കൂടി ഉപയോഗിച്ച് കഴിയുമ്പോൾ മുക്കോണൻ ഒഴിവായി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഇപ്പം വന്ന ഏറ്റവും നല്ലൊരു കെമിക്കൽ പെൻഫ്ലോർ. ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ വീഡിയോ എടുത്തു. നല്ല സാധനമാണ്. കൊഴുവാലം കവടയും പോകുന്നുണ്ട്, മുക്കോണനും പോകുന്നുണ്ട്, കാക്കപ്പോള പോകുന്നുണ്ട്, എല്ലാ സംഭവങ്ങളും പോകുന്നുണ്ട്. നെല്ലിനാണെങ്കിൽ ഒരു ക്ഷീണവും കാണിക്കുന്നില്ല. നല്ല പൂർണ്ണ ആരോഗ്യത്തിൻ്റെ നെല്ല് നിൽക്കുന്നു. ഈ വർഷം ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ അന്ന് അതിൻ്റെ വീഡിയോ പറഞ്ഞതിന് ശേഷമാണ് ഈ വർഷം ഇത് ഞാൻ പരീക്ഷിച്ചത്. നല്ല സാധനമാണ്. അപ്പം അതൊക്കെ നമ്മൾ ഉപയോഗിച്ചു. പക്ഷേ ബൈ ചാൻസ് നമ്മുടെ ഈ മുക്കോണം പോയില്ല എന്ന് വിചാരിക്കുക. പോകാതെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ ചെയ്യേണ്ട പണിയെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ലാസ്റ്റ് കൈ 240 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 240ക്ക് ഒരു പ്രശ്നം, 240 അടിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം വെള്ളം കയറണം. 24 മണിക്കൂറിനകം വെള്ളം കയറിയില്ലെങ്കിൽ അത് നെല്ലിനെ തന്നെ ദോഷകരമായിട്ട് ബാധിക്കും. അപ്പോൾ അതിന് ചെയ്യേണ്ട പണി, നമ്മുടെ കണ്ടത്തിലേക്ക് വെള്ളം വരുന്നതിൻ്റെ തലേ ദിവസം രാവിലെ, ഇപ്പോൾ തൂമ്പ് തുറക്കുമല്ലോ, നമുക്ക് കണക്ക് കൂട്ടാനുണ്ടല്ലോ വെള്ളം വരുമെന്ന്, ആ സമയത്ത് 240 ഒരുപാടൊന്നും വേണ്ട. നമ്മുടെ ഒരു സാലക്സിൻ്റെ ഒരു പാക്കറ്റ് പൊടി മേടിച്ചിട്ട് നമ്മുടെ ഒരു 100 ഗ്രാമിൻ്റെ അളവ് പാത്രത്തിൽ ഒരു 125 അത്രയും അല്ലെങ്കിൽ 150 വരെ എടുത്തു. അത്രയും പൊടിയായിട്ട് എടുത്തിട്ട് പമ്പിലേക്ക് ഒഴുക്കി കലക്കുക. എന്നിട്ടിത് സ്പ്രേ ചെയ്യുക. സ്പ്രേ ചെയ്തതിന് ശേഷം വെള്ളം കയറി മുങ്ങും. വെള്ളം കയറി മുങ്ങിയതിന് ശേഷം നമ്മൾ കണ്ടെത്തി ചെല്ലുമ്പം ഇതിൻ്റെ കണ്ണയെല്ലാം അഴുകി നിൽക്കുന്നതാണ്. ഈ കണ്ണ അഴുകി നിൽക്കുന്ന സാധനം ആ നിപ്പ് അതേ രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ അഴുകിയിടത്തുനിന്ന് പുതിയ വേര് പൊട്ടും. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം, ഇതിനെ പെടത്തിക്കളയണം. പെടത്തിക്കളയുന്നത് നമ്മളിപ്പോൾ കാലുകൊണ്ട് തട്ടിയാൽ അത് മറിയും. ഇത് മറിയാതെ നിന്ന് കഴിഞ്ഞാൽ അത് വീണ്ടും ജീവൻ വെച്ച് വരും. അപ്പോൾ അതിനെ കളയാനായിട്ട് നമ്മളൊരു 2 ഇഞ്ചിൻ്റെ PVC പൈപ്പ്, 2 ഇഞ്ചിൻ്റെ PVC പൈപ്പ് ഒരു 10 മീറ്റർ നീളം എടുത്തു. രണ്ടറ്റത്തും അടപ്പിട്ടിട്ട് ശകലം വെള്ളം കയറ്റിയിട്ട് ഈ കണ്ടത്തിൽ കൂടെ ഒരു കയറ് കെട്ടി വലിച്ചാൽ മതി. ഇല്ലെങ്കിൽ നമ്മുടെ ആൻറ്റിന പൈപ്പില്ല ഇരുമ്പിൻ്റെ, ഇതൊക്കെ കണ്ടത്തിൽ കൊണ്ടുപോയി വെയിറ്റ് ആയതുകൊണ്ട് നമ്മൾ 2 ഇഞ്ചിൻ്റെയോ അല്ലെ 1 ഇഞ്ചിൻ്റെയോ PVC പൈപ്പിനകത്തോട്ട് വെള്ളം നിറച്ചിട്ട് 2 അറ്റത്തിൽ എൻഡ് ഗ്യാപ്പ് ഇടുക. എൻഡ് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതിനെ കയറ് കെട്ടി നമ്മൾ വലിക്കണം. ഏകദേശം ഒരു ഒരേക്കറൊക്കെ നമുക്കൊരു 15-20 മിനിറ്റ് കൊണ്ട് 3-4 പ്രാവശ്യം പോയിട്ട് വരുമ്പോഴത്തേക്ക് നെല്ലും ചെരിയും. ആ നെല്ല് എന്നിട്ട് നിവരുകയും ചെയ്യും. ഈ സാധനം പെടന്നു പോവുകയും ചെയ്യും. നമുക്കൊരു 30 ദിവസം വരെ ആയ നെൽച്ചെടിക്കകത്തുനിന്ന് വരെ നമുക്കിതിനെ കളയാൻ പറ്റും. ഞാൻ കഴിഞ്ഞ വർഷവും നശിപ്പിച്ചതാണ്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം കയറുന്നത് 24 മണിക്കൂറിന് ശേഷം വെള്ളം കയറുകയും വേണം, 2 ദിവസം വെള്ളം നിൽക്കുകയും വേണം. ഈ വെള്ളം പറ്റുന്ന സമയത്ത് ഇതിനെ പെടത്തി കളയുകയും വേണം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും കേട്ടോ.